ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പെരുമ്പാവൂർ പാലക്കാട്ടഴത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മറൈൻ എക്സ്പോയിലെ വിശേഷങ്ങളെ പറ്റിയുള്ളതാണ്. പാലത്ത് കൂടെ നടക്കുമ്പോഴുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 18 ഞായറാഴ്ചയാണ് ഞങ്ങൾ എക്സ്പോ കാണാൻ പോയത്. അന്നാണെങ്കിൽ ഞായറാഴ്ചയായിരുന്നു. മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഞായറാഴ്ച നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തിരക്ക് കൂടുന്നതിന് മുന്നേ വൈകിട്ട് ഞങ്ങളൊരു 4:30 ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരുപാട് നേരത്തെ ഇറങ്ങിയിട്ടും കാര്യമില്ല, അവിടെ 4 മണി ഇതിനാണ് തുടങ്ങുള്ളൂ. മറൈൻ എക്സ്പോയിലേക്കുള്ള എൻട്രി ഫീസ് വരുന്നത് 150 രൂപയാണ്. ഫ്രണ്ട് പോർഷൻ അതിമനോഹരമായിട്ടാണ് അവർ സെറ്റാക്കിയേക്കുന്നത്. വലിയൊരു മീനിന്റെ വായിലൂടെയാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. ആദ്യത്തെ സെക്ഷനിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ പ്രതിമയും പിന്നെ അതുപോലെ തന്നെ മിസൈല്, റോക്കറ്റ് അതിൻ്റെയൊക്കെ ഓരോ മോഡൽസൊക്കെ അവർ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ചെല്ലുന്നത് ഒരു കാടിൻ്റെയൊക്കെ ഒരു അനുഭൂതിയിലേക്കാണ്. അതായത് കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളുടെയും പ്രതിമകൾ അവർ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഒറിജിനലെയും വെല്ലുന്ന തരത്തിലൊക്കെയാണ് അവർ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോളൂ. എല്ലാ മൃഗങ്ങളെയും അവർ പ്രതിമയായിട്ടല്ല സെറ്റാക്കിയിരിക്കുന്നത്. ചില മൃഗങ്ങളിലൊക്കെ ജീവനുണ്ട് എന്ന തരത്തിൽ അവയിൽ നിന്ന് ശബ്ദവും അതുപോലെ ആ മൃഗങ്ങളൊക്കെ അനങ്ങുന്ന തരത്തിലൊക്കെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ കുട്ടികൾക്കും അതുപോലെ നമുക്കും വളരെയധികം കൗതുകം തോന്നി. ഇളയ കൊച്ചിന് ഇതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. എല്ലാത്തിനെയൊക്കെ തൊട്ട് അവൾ സന്തോഷമായിട്ട് അങ്ങനെ പോന്നു. ഇതാ ഈ ഒട്ടകം കണ്ടില്ലേ, ഇത് അനങ്ങുന്നതോടൊപ്പം അതിൻ്റെ വായിൽ നിന്ന് ശബ്ദവും വരുന്നുണ്ടായിരുന്നു. ദേ ഈ ആനേനെയൊക്കെ ഒന്ന് നോക്കി, ശരിക്കും കാട്ടിലുള്ള കൊമ്പനാനയൊക്കെ പോലെ തന്നെ ഇല്ലേ. അങ്ങനെ ഈ അനിമൽസിന്റെ ഒക്കെ സെക്ഷനിൽ നിന്ന് നേരെ ചെല്ലുന്നത് ബേർഡ്സിന്റെ സെക്ഷനിലേക്കാണ്. ഓരോ കൂട്ടിലും വ്യത്യസ്തമായിട്ടുള്ള പക്ഷികളൊക്കെയാണ് ഉള്ളത്. ഈ കൂടിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ താഴെ അത് ചത്ത് കിടക്കുന്ന രീതിയിലാണ് ഞങ്ങൾ കണ്ടത്. ഒന്നും കൂടി അതിൻ്റെ അടുത്ത് ഒന്ന് പോയി നോക്കിയപ്പോഴാണ് അതിന് ജീവനുണ്ട് എന്നറിഞ്ഞത്. ശ്വാസം വിടുന്നത് കണ്ട്.
മറൈൻ എക്സ്പോയിലെ വിശേഷങ്ങൾ ഒരുപാടുള്ളതിനാൽ ഇത് 2 പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. ഇനി അടുത്ത സെക്ഷനാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അതായത് അണ്ടർ വാട്ടർ ടണൽ, നമ്മുടെ സമുദ്രത്തിന് അടിയിലുള്ള പല മത്സ്യങ്ങളും അവര് അക്വേറിയത്തിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണാം, അതൊക്കെ അടുത്ത വ്ലോഗിൽ കാണാം. അരാപ്പയമ മുതല് പല വെറൈറ്റി വില കൂടിയ മത്സ്യങ്ങള് അവര് അക്വേറിയത്തിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. മീനുകളുടെ ലോകത്ത് നിന്ന് പിന്നെ ചെല്ലുന്നത് റൈഡിങ്ങിലേക്കാണ്. അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.